തൃത്താല വെള്ളിയാങ്കല്ല് തടയണയുടെ കുടിവെള്ള സംഭരണി മലിനപ്പെടുത്തുന്ന തരത്തിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതായി പരാതി ഉയരുന്നു. വെള്ളിയാങ്കല്ല് തടയണ മുതൽ പട്ടാമ്പി പാലം വരെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ പോത്തുകളുടെയും പശുക്കളുടെയും കുളിയും മേച്ചിലുമെല്ലാം. രൂക്ഷമായ വേനലിൽ തടയണയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ രൂപപ്പെട്ട തുരുത്തുകളാണ് കന്നുകാലികളുടെ മേച്ചിൽപ്പുറങ്ങൾ. പകൽ സമയങ്ങളിൽ ചൂടേറിയതോടെ കന്നുകാലികൾ കൂട്ടത്തോടെ വെള്ളത്തിലിറങ്ങും. ജലസംഭരണിക്കകത്തെ കന്നുകാലി മേച്ചിലിലൂടെ കുടിവെള്ളം മലിനപ്പെടുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. സംഭരണിക്കകത്തെ ജലനിരപ്പ് താഴ്ന്നതോടെ കുടിവെള്ളം മലിനപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അറവുശാലകളിലേക്കും ചന്തകളിലേക്കും കൊണ്ടുപോകുന്നതിനിടെ തീറ്റ തേടാൻ വിട്ടവയാണ് ഈ കന്നുകാലികളിൽ ഏറെയും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം നൽകുന്ന തടയണ മലിനപ്പെടുത്തുന്ന ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിലവിൽ പലയിടങ്ങളിലെയും മാലിന്യം തള്ളൽ മൂലം വെള്ളിയാങ്കല്ല് തടയണ മലിനപ്പെട്ട് കിടക്കുകയാണ്. ഇതിനിടയിലാണ് കാലികളുടെ മേച്ചിലും നീരാട്ടും. ചില സമയങ്ങളിൽ നിരവധി കന്നുകാലികൾ ഒരേ സമയം തടയണയിലെ വെള്ളത്തിൽ കിടക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ശ്രദ്ധ പതിപ്പിക്കാനോ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ ബന്ധപ്പെട്ട അധികൃതർ താൽപര്യം കാണിക്കുന്നില്ല എന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. കൊമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ പാലത്തിലേക്ക് പ്രവേശിക്കാനായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ മണ്ണിട്ട് നികത്തിയ റോഡിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഓരോ വാഹനങ്ങളും ദിവസവും കടന്നുപോകുന്നത്. 102 കോടി ചെലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പാലം നിർമ്മാണം പൂർത്തിയായത്. LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ പ്രധാന വികസന നേട്ടത്തിലൊന്നായി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് മാറിയിരുന്നു. നിലവിൽ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണവും റോഡ് വീതികൂട്ടൽ പ്രവർത്തനങ്ങളുമാണ് പുരോഗമിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞതോടെ നിരവധി വാഹനങ്ങളാണ് പാലത്തിലൂടെ നിർമ്മാണ ജോലികൾക്കിടയിലും യാത്ര ചെയ്യുന്നത്. മണ്ണിട്ടുയർത്തിയ റോഡിലൂടെയുള്ള ഇരുചക്ര വാഹന യാത്ര അപകടം നിറഞ്ഞതാണ്.